നമസ്തേ. സമസ്ത ഭാരത സുഖിനോ ഭവന്തു. ഞാൻ വിശ്വനാഥൻ ഗുരുകുലം, മായങ്കാവ് ദേവസ്ഥാന കളരി. പലവരും എന്നെ നിരന്തരം വിളിച്ചുകൊണ്ട് ചോദിക്കുന്ന കാര്യമാണ്, സ്വാമി, അങ്ങ് ഒരു പുണ്യപുരാണം, വിഷ്ണുവായയുടെ പുണ്യപുരാണം രചിച്ച ഒരാളല്ലേ? അങ്ങക്ക് ജനങ്ങളുടെ അറിവിനേക്കായി എത്രയോ നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. അങ്ങ് എന്തുകൊണ്ടാണ് ഇതൊന്നും പറയാത്തത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങളും, എന്താ ചേട്ടാ ഇങ്ങനെയൊക്കെ ആയാൽ മതിയോ എന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം ഇത് തന്നെയാണ് എൻ്റെ ചെവിട്ടിൽ എപ്പോഴും മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്. ആര് ഫോൺ ചെയ്താലും ഇത് തീർച്ചയായിട്ടും 1-2 പ്രാവശ്യം അത് ചോദിക്കുക, അത് പതിവായി. അപ്പോൾ തീർച്ചയായിട്ടും ഞാനൊരു മറുപടി തരാം എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമാണ്. അപ്പോൾ ആദ്യമായി എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളട്ടെ. കാരണം ഇന്നേ വരേക്ക് എന്നെ യാതൊരു ഗോസിപ്പുകളോടെ ഒരു കമൻ്റൊന്നും പറയാതെ തന്നെ എന്നെ നിങ്ങൾ സ്വീകരിച്ചതിൽ വളരെയധികം സന്തോഷവും അതിലുപരി അഭിമാനവുമുണ്ട്. പല തെറ്റുകളും പറ്റും, എല്ലാ മനുഷ്യനും തെറ്റുകൾ പറ്റാത്ത ഒരു മനുഷ്യനുമില്ല. അതുപോലെ പല തെറ്റുകളും എന്നിലും വന്ന് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ പരമാവധി നല്ല കാര്യങ്ങളാണ് ജനങ്ങളിലേക്ക് ഇന്നേ വരേക്ക് കൊടുത്തിട്ടുള്ളത്. ജനങ്ങളുടെ അറിവിലേക്ക് നല്ല നല്ല കാര്യങ്ങളെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പലപ്പോഴും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഇനിയും തുടർന്നുള്ള അവസരങ്ങളിലും ഭഗവാന്റെ കാര്യങ്ങൾക്കായിട്ട് ഇന്ന് ഈ നാട്, അല്ലെങ്കിൽ ഇന്ന് ഭാരതത്തിൽ തന്നെ ഒട്ടുമിക്ക, ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗത്തും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന, കർമ്മ മേഖലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങളായിട്ടുള്ള, വിഷ്ണുവായ ഭക്തജനങ്ങളായിട്ടുള്ള അനവധി പേര് എന്നെ വിളിക്കുകയുണ്ടായിട്ടുണ്ട്. അവർക്കൊക്കെ ആയി തന്നെ ഇങ്ങനെ ഒരു മറുപടി ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും അതുപോലെ യൂട്യൂബിലൂടെയും ഒക്കെ തരുക എന്നുള്ളത് എൻ്റെ ഒരു ധർമ്മമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരമാണ് എനിക്ക് നിങ്ങൾ തന്നിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ പല കാര്യങ്ങളും, വിഷ്ണുവായെക്കുറിച്ചുള്ള പല ചോദ്യങ്ങളാണ്. ആരാണ് വിഷ്ണുമായ സാധാരണ ആളുകൾക്ക് ആ സേവ അനുഷ്ഠിക്കാൻ പ്രാപ്യമാണോ? അല്ലെങ്കിൽ ആ പ്രാപ്യമാക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതുപോലെ ചാത്തനും വിഷ്ണുവായും തമ്മിൽ വ്യത്യാസമുണ്ടോ? അയ്യപ്പനും വിഷ്ണുവായും തമ്മിൽ വ്യത്യാസമുണ്ടോ? അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ വിഷ്ണുമായയുടെ പ്രീതി ലഭിക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള അനവധി ചോദ്യങ്ങളാണ്. ശരിക്കും യഥാർത്ഥത്തിൽ വിഷ്ണുമായ ആരാണെന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് അതൊക്കെ. വളരെ സിമ്പിളായിട്ട് അറിയേണ്ട അനേക കാര്യങ്ങളുണ്ട്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ പ്രപഞ്ചത്തിനൊരു മായാശക്തിയുണ്ട്. അത് നമ്മളറിയാതെ ഒരു പ്രത്യേകമായ അതുല്യമായ ഒരു ശക്തി ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. മായയിൽ സംജാതമായതാണ് ഈ പ്രപഞ്ചം തന്നെ. ഇതിലെ ഓരോ ചരാചരങ്ങളിലും മായ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ആ മായയെക്കുറിച്ച് അറിയുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ധർമ്മമാണ്. അത് മനസ്സിലായി. ഇവിടെ ജാതിയോ മതമോ അല്ലെങ്കിൽ മറ്റു ഭാഷയോ ഒന്നും തന്നെ വ്യത്യാസമില്ല. ഇവിടെ അനേകം വിഷ്ണുമായ ക്ഷേത്രങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാനായിട്ട് കഴിയും. നിരവധി മതസ്ഥർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയും അവർക്കുണ്ടാകുന്ന അനുഭവങ്ങൾ, വളരെ നല്ല അനുഭവങ്ങൾ വന്നിട്ട് അവർ കൊടുക്കുന്ന നേർച്ച വഴിപാടുകൾ അനവധിയാണ്. അതുപോലെ അതെന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു നാമത്തിൽ വിഷ്ണുമായുടെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു നാമത്തിനെ വളരെ 100% അർപ്പണബോധത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ഗുണഫലം കൊണ്ടാണ്. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ വരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ തെറ്റിദ്ധരിക്കപ്പെടുന്ന കുറേ കഥകളും. സത്യത്തിൽ ഇന്ന് പണ്ടത്തെ രീതിയൊന്നുമില്ല. പണ്ടൊക്കെ ഞാൻ ആവണങ്ങാട്ടിലൊക്കെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലോ നാട്ടിലോ കൂട്ടുകാരോട് പോലും പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചാത്തൻ്റെ ആളാട്ടാ, അവൻ ചാത്തൻ്റെ സൂക്ഷിക്കണം, ചാത്തൻ്റെ ആളവൻ, ഇല്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാവും, അവൻ്റെ കൂടെ കളിക്കണേ സൂക്ഷിച്ച് കളിക്കണം എന്നൊക്കെയുള്ള കുറേ വാക്കുകൾ നമുക്ക് നിരന്തരം കേൾക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ ഈ കുറ്റം പറയുന്ന ആൾ തന്നെ നമ്മൾ അവിടെ ചെന്നതിൻ്റെ തൊഴാൻ നേരത്തെ ഏറ്റവും മുന്നിൽ ആൾ നിന്ന് തൊഴുന്നുണ്ടാവും. സത്യത്തിൽ അങ്ങനെ കണ്ട് പല പ്രാവശ്യം എനിക്ക് വളരെയധികം ചിരി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിഷ്ണുമായയെക്കുറിച്ച് അങ്ങനെ നിരന്തരം ഈ വിഷ്ണുമായയെക്കുറിച്ച് ഞാനും ഈ പണം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് വിഷ്ണുമായ ആരാധിക്കാൻ തുടങ്ങിയത്. പക്ഷേ
ആ ആരാധനയിൽ സത്യത്തിൽ അതിൻ്റെ ഒരു അതിൻ്റെ ഉൾക്കാമ്പ് എന്തെന്ന് അന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു അവസരം എനിക്ക് സ്വാമി തന്നു. അതുകൊണ്ട് തന്നെയാണ് വിദേശ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുകയായിരുന്നു. പിന്നെ ഇവിടെ കുറേ ഓട്ടോ ഓടിച്ച് നടന്നു. പിന്നെ എന്താ പറയുക, രോഗാധിക്യം കൊണ്ട് ഞാൻ വളരെയധികം തളർന്നു. പല പ്രാവശ്യം എന്നെ രോഗമുക്തിയില്ലാതെ ഇപ്പം വേണമെങ്കിലും മരിച്ചു പോകാം എന്നുള്ള ഘട്ടങ്ങളിൽ നിന്നും എന്നെ കൈ പിടിച്ചുയർത്തിയതും ഈ കയ്യിൻ്റെ ഉള്ളനടിയിൽ എന്നെ കൊണ്ടു നടന്നതും ആ മഹാപ്രഭു തന്നെയാണ്. അതിനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ കരുതാം. ആണായോ പെണ്ണായോ അമ്മയായോ അച്ഛനായോ സഹോദരനായോ കൂട്ടുകാരനായോ ഒരു കൊച്ചു കുട്ടിയായോ എങ്ങനെ വേണമെങ്കിലും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എങ്ങനെ വേണമെങ്കിലും ആ ചൈതന്യത്തെ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ള അവസരം തരുന്നു. നന്ദി, നമസ്കാരം.